അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കേണ്ടത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താം. നമ്മള് മഹാനായ ഷേഖ് നാസിറുദ്ദീൻ അൽബാനിയുടെ സിഫത്തു സ്വലാത്തുൻ നബി മിന തക്ബീരി ഇല തസ്ലീം കഅന്നക തറാഹ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം നിങ്ങൾ നോക്കിക്കാണുന്ന രൂപത്തിൽ തക്ബീർ മുതൽ തസ്ലീം അഥവാ അസ്സലാമു അലൈക്കും എന്ന് വീട്ടുന്നത് വരെ എന്ന പുസ്തകമാണ് നമ്മുടെ പാഠപുസ്തകമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി, ചർച്ച ചെയ്തു. നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തണമെന്നും മാറ്റങ്ങൾ ആവശ്യമാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സഞ്ചാരം ഒത്തൊരുമിച്ചുള്ള ഈ യാത്ര 1 വർഷം പൂർത്തിയാവുകയാണ്, 1 വർഷം പിന്നിടുകയാണ്. തോന്നുന്നത് 14ാമത്തെ ക്ലാസ് ആണ് തോന്നുന്നു ഫിഖഹിന്റെ. അതിനിടയ്ക്ക് നമ്മൾ നേരിൽ ഒരുപാട് തവണ കണ്ടു, പരീക്ഷകളിൽ പങ്കാളികളായി, ക്ലാസ് റൂം ആക്ടിവിറ്റികളിൽ പങ്കാളികളായി. അതുപോലെ തന്നെ പല സംരംഭങ്ങളിലും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് നടന്ന ആളുകളാണ്. ഇപ്പോ ഇത് ഇവിടെ സമാപിക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ തിങ്കളാഴ്ചകളിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയുണ്ട്. ഇപ്പോ നമ്മളിവിടെ താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിക്കുന്നത് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. തുടർന്നും ഇതിന്റെ പരിപാടികൾ, പദ്ധതികൾ, ഘട്ടങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടുള്ള പദ്ധതികളും ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആദ്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. റെഡിയല്ലേ എല്ലാവരും? ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? ഉഷാറാവട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് കഴിഞ്ഞ സുജൂദ് വരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതിന് ആർക്കെങ്കിലും വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സുജൂദുകൾക്കിടയിൽ, 2 സുജൂദുകൾക്കിടയിലുള്ള ഒരു സംഭവം. സുജൂദിന്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞു അല്ലെ? പേജ് നമ്പർ 165 എൻ്റെ കയ്യില്. അവിടെ എത്രയാ? നിങ്ങളുടെ ബുക്കിൽ എത്രയാ സുജൂദിന്റെ ശ്രേഷ്ഠത പറയുന്ന? അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നിലത്തും പായലുമുള്ള സുജൂദ്, സുജൂദുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അത്ര പ്രധാനമല്ലാത്തത് കൊണ്ട് നമ്മൾ വിട്ടുപോയി എന്ന് മാത്രം. ജസ്റ്റ് പറഞ്ഞു പോവാം. അവിടുന്ന് മിക്കപ്പോഴും നിലത്താണ് സുജൂദ് ചെയ്തിരുന്നത്. കൊടും ചൂടിൽ സഹാബികൾ നബിയോടൊപ്പം നമസ്കരിക്കുമ്പോൾ നെറ്റി നിലത്ത് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ സ്വന്തം വസ്ത്രം വിരിച്ച് അതിന്മേൽ സുജൂദ് ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകൾ കാണാം. അവിടുന്ന് പറയുമായിരുന്നു, എനിക്കും എന്റെ സമുദായത്തിനും ഭൂമി മുഴുവൻ സുജൂദ് ചെയ്യാനുള്ള, ശുദ്ധി വരുത്താനുള്ള സ്ഥലമാക്കിയിരിക്കുന്നു. അതിനാൽ എന്റെ സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും നമസ്കാര സമയമായാൽ അവന്റെ അടുത്ത് തന്നെ ആരാധനാ കേന്ദ്രവും അംഗശുദ്ധി വരുത്താനുള്ള സ്ഥലവും ഉണ്ട്. എവിടെന്നും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് നമ്മൾ എന്നാണ് പറഞ്ഞതിനർത്ഥം. മണ്ണുകൊണ്ട് ശുദ്ധി ചെയ്യാനും മണ്ണിൽ തന്നെ നമസ്കരിക്കാനും ഇളവ് അനുവദിക്കപ്പെട്ട ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ നമ്മൾ. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ചിലപ്പോൾ നബി ചെളിയിലും വെള്ളത്തിലുമായി സുജൂദ് ചെയ്യാറുണ്ട്. ഒരിക്കൽ റംസാനിലെ 21ാമത്തെ രാവിൽ മഴ പെയ്ത് പള്ളിയുടെ ഓലമേഞ്ഞ മേൽക്കൂര ചോർന്നൊലിച്ച് അത് ഒലിച്ചു പോവുകയും അതിനാൽ അവിടുത്തെ ചെളിയിലും വെള്ളത്തിലും ഒക്കെ ഇങ്ങനെ നിലത്ത് ചെളിയും വെള്ളമൊക്കെ കെട്ടിയാണ് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു എന്ന് കാണാം. നജസോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. അബൂ സഈദ് അൽ ഖുദരി പറയാണ്, ഞാൻ നബിയുടെ മുഖത്ത് ചെളിയുടെയും വെള്ളത്തിന്റെയും ഒക്കെ പാടുകൾ കണ്ടു. നബി ചിലപ്പോൾ ഹുംറയുടെ മേലെ നിന്ന് നമസ്കരിക്കും. ഉംറ
ഹുംറ എന്നാൽ സുജൂദ് ചെയ്യുമ്പോൾ ഒരാൾക്ക് തന്റെ മുഖം വെക്കാൻ മാത്രം വലിപ്പമുള്ള പായയോ മിടഞ്ഞ ഓലയോ അതുപോലെയുള്ള മറ്റു വസ്തുക്കളോ ആണ്. ഇതിനേക്കാൾ വലിപ്പമുള്ള ഹുംറ എന്ന് പറയുകയില്ല. നിഹായിലുള്ള ഒരു ഉദ്ധരണിയാണത്. ഇന്ന് ആ ഹുംറയെ അവലംബിച്ചുകൊണ്ടാണ് പിന്നെ ഷിയാക്കളൊക്കെ ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള ഒരു ചട്ടി പോലൊരു സാധനം വെച്ചിട്ട് സുജൂദ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു പായയുടെ മീതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ദീർഘമായി ഉപയോഗിച്ച കാരണം കൊണ്ട് ആ പായ കറുത്ത് അതിന്റെ നിറം മങ്ങിപ്പോയിരുന്നു എന്നാണ് നബി അതിൽ നമസ്കരിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. സുജൂദ് കംപ്ലീറ്റ് ആയി. സുജൂദ് പ്രാർത്ഥന നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്തായിരുന്നു പ്രാർത്ഥന? ഓർമ്മ ഉണ്ടോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഔഫിർലി അല്ലേ? സുബ്ഹാന റബ്ബിയൽ അഅല എന്നും പറയാം അല്ലെ? ശരി, ഇനി നമ്മൾ സുജൂദിൽ നിന്ന് എണീക്കാൻ പോവാണ്. സുജൂദിൽ നിന്ന് ഇങ്ങനെ എണീക്കുമ്പോ തക്ബീർ ചൊല്ലിക്കൊണ്ട് സുജൂദിൽ നിന്ന് തല ഉയർത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് സുജൂദിൽ നിന്ന് നബി തല ഉയർത്തിയിരുന്നത്. പിന്നെ മോശമായി നമസ്കരിച്ച വ്യക്തിയുടെ നമസ്കാരത്തിന്റെ കാര്യത്തെ പരാമർശിച്ച സ്ഥലത്ത് അവിടെ സുജൂദിനെ പറ്റി പറയുന്നുണ്ട്. അവൻ തന്റെ അവയവങ്ങൾ അടങ്ങി നിൽക്കുന്നത് വരെ സുജൂദ് ചെയ്യുകയും ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നിവർന്നു നിൽക്കുകയും തല ഉയർത്തുകയും ചെയ്യാത്തിടത്തോളം അവന്റെ നമസ്കാരം പൂർണ്ണമാവുകയില്ല. ചിലപ്പോൾ ഈ തക്ബീറിനോടൊപ്പം അവിടുന്ന് കൈകൾ ഉയർത്തുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുജൂദിൽ നിന്നുള്ള കൈ ഉയർത്തലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നബിയുടെ മേൽപോട്ടും താഴ്പോട്ടുമുള്ള എല്ലാ ചലനങ്ങളിലും പിന്നെ കൈ ഉയർത്തുന്നതായി ഞാൻ കണ്ടു എന്നാണ്. ഇത് ഷാഫി മദ്ഹബിലെ ഇബ്നുൽ മുൻദിറിന്റെയും അബു അലിയുടെയും അഭിപ്രായമാണ്. മാലിക്കിൽ നിന്നും ഷാഫിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത്. ഇവിടെയുള്ള കൈ ഉയർത്തൽ അനസ് ബിൻ മാലിക്, ഇബ്നു ഉമർ, നാഫിഅ്, താവൂസ്, ഹസനുൽ ബസ്രി, ഇബ്നു സീരീൻ, അയ്യൂബ് എന്നിവരിൽ നിന്നും സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വഹീഹായ പരമ്പരയോട് മുസന്നഫ് അബി ഷൈബയിൽ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നമസ്കാരത്തിൽ ഏത് ആക്ടിവിറ്റിയുടെ ഒപ്പം ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നബി കൈകൾ ഉയർത്തിയിരുന്നു എന്നാണ്. ചിലപ്പോൾ എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത്. ശരി, പിന്നെ അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടതുകാൽ നിലത്തു വിരിച്ച് അതിന്മേൽ അടങ്ങിയിരിക്കും. ഇടതുകാല് ഇങ്ങനെ നിലത്ത് വിരിച്ചിട്ട് അതിന്മേൽ അടങ്ങിയിരിക്കുമായിരുന്നു. എന്നിട്ട് വലതുകാലം എന്ത് ചെയ്യും? ഇങ്ങനെ വിരലുകൾ മടങ്ങി നിൽക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കുത്തി നിർത്തുകയും ചെയ്യും. നമ്മള് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നൊക്കെ പറയുന്ന ആ ഇരുത്തം, ഇഫ്തിറാഷിന്റെ ഇരുത്തമുണ്ട്, തവറുക്കിന്റെ ഇരുത്തമുണ്ട്, അതുപോലെ തന്നെ ഇഖ്ആ എന്ന് പറയുന്ന ഇരുത്തമുണ്ട്. 3 ഇരുത്തങ്ങളാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഷിന്റെ ഇരുത്താണ്. അത് ഇടതിൻ കാലിന്റെ മുകളില് നമ്മളിങ്ങനെ ഇരിക്കുന്ന സംഭവമാണ്. വലത് കാലം എന്ത് ചെയ്യും? സമീപത്ത് ഇങ്ങനെ കുത്തിവെക്കുകയും ചെയ്യും. ഇരുത്തം ഇടതുകാലിന്റെ മുകളിലായിരിക്കും. പൂർണ്ണമായിട്ട് വലതുകാലിങ്ങനെ സൈഡിലായിട്ട് നാട്ടി വെക്കുന്ന അതിനാണ് നമ്മൾ എന്ത് പറയാ? ഇഫ്തിറാഷ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇഖ്ആ എന്ന് പറഞ്ഞാൽ 2 കാലും ഇങ്ങനെ നാട്ടി വെച്ചിട്ട് ആ 2 കാലിന്റെയും മുകളിൽ കയറിയിരിക്കുന്ന കുതി ഉണ്ടല്ലോ, കാലിന്റെ കുതി, അതിൽ കയറിയിരിക്കുന്നതിനാണ് ഇഖ്ആ എന്ന് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭങ്ങളിൽ ഇഖ്ആ ചെയ്തിട്ടുണ്ട് എന്നാണ് വന്നിട്ടുള്ളത്. കാൽപാദങ്ങളുടെ അറ്റത്തും മടമ്പിന്മേലുമായിട്ട് നബി ഇരുന്നുകൊണ്ട് ഇഖ്ആ ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് 2 സുജൂദുകൾക്കിടയിലുള്ള സമയത്ത് മാത്രമാണ് നബി അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പം ഇഫ്തിറാഷിൻ്റെതല്ലാത്ത ഒരു ഇരുത്തവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും.
ആരാ പറയുന്നത്? ബൈഹഖി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൽബാനി അതിനെ ഗണ്ണിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുകയില്ല. കാരണം ഇബ്നു അബ്ബാസിന്റെ ഹദീസ് മുസ്ലിം, അബൂദാവൂദ്, തിർമിദി എന്നിവരൊക്കെ സ്വഹീഹാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ തീർച്ചയായും ഇഖ്റാഅ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നാണ്. ഇബ്നു ഉമർ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ബൈഹഖിയിലും കാണാൻ സാധിക്കും. പക്ഷെ എന്തായാലും നമ്മൾ അതിന്റെ തർക്കത്തിലേക്ക് പോകണ്ട. നബിയിൽ നിന്ന് ഇഖ്റാഅ് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ പൊതുവെ ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഉസ്താദ് 3 ഇരുത്തം പറഞ്ഞില്ലേ? ഇഫ്തിറാഷും പിന്നെ ഒരെണ്ണം ഏതായിരുന്നു? തവർറുക്ക്. തവർറുക്ക് നമ്മൾ അവസാനത്തെ തശഹുദില് ഇരിക്കുന്ന ഇരുത്തമാണ്. അവിടെ നമ്മൾ കാലിന്റെ മുകളിലല്ല ഇരിക്കുക, നമ്മൾ ചന്തി നിലത്ത് വെച്ചിട്ടാണ് ഇരിക്കുക. കാല്, ഇടത് കാല് എന്ത് ചെയ്യും? നമ്മള് വലത് കാലിന്റെ അടിയിലായിട്ട് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഇരുത്തം വരിക ഈ ഭാഗത്താണ്. അതാണ് തവർറുക്കിന്റെ ഇരുത്തം. ആ ഇരുത്തത്തിന്റെ ഒരു രൂപം ഞാന് ഫാദിലിന് വാട്സപ്പിൽ ഒരു സാധനം ഇട്ടുതരാം. പോയോ? അത് ഗ്രൂപ്പിൽ കണ്ടിട്ടോ? വന്നോ? അപ്പൊ നോക്ക്. കിട്ടി പ്രശ്നമുണ്ട്. വന്നിട്ടുണ്ട് ഉസ്താദേ. വ്യക്തല്ലേ? സംഭവം എന്താന്ന് ക്ലിയർ അല്ലേ? 3 ഇരുത്തങ്ങൾ, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം മോളിൽ കാണാം. അൽ ഇഫ്തിറാഷ് അല്ലേ? ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്നുണ്ടോ? ഇടത് കാലിൽ നമ്മൾ ഇരിക്കുന്നു, വലത് കാൽ അവിടെ നാട്ടി വെച്ചിരിക്കുന്നു, വിരലുകൾ മുന്നിലേക്ക് മടക്കി വെച്ചിട്ട് അല്ലേ? ഇഖ്റാഅ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തേതാണ്. 2 കാലും ഒരുപോലെ നീട്ടി വെച്ചിരിക്കുന്നു. അതായത് നമസ്കാരത്തിൽ 2 ഇരുത്തങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അധികം ആളുകളും പറയാറുള്ളത്. എന്നാൽ ഇഖ്റാഅ് നബി ചിലപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട്. എപ്പോ? സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം മാത്രം. അല്ലാത്ത സമയത്ത് തശഹുദിന്റെ ഇരുത്തങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഫ്തിറാഷിലോ തവർറുക്കിലോ ആണ് ഇരുന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ഇരുത്താണ് തവർറുക്കിന്റെ ഇരുത്തം. ആ ലാസ്റ്റത്തെ ഒന്ന് കാണിച്ചു കൊടുക്ക്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. തവർറുക്കിന്റെ ഇരുത്തം എങ്ങനെയാണത്? ഒരു കാലിന്റെ മേലെ മറ്റേ കാല് വരുന്നത് അവിടെ നിലത്താണ് നമ്മൾ ഇരിക്കുന്നത്, കാലിന്റെ മുകളിലല്ല. ഇരുത്തം എവിടെയാണ്? നിലത്താണ് അല്ലെ? ഇത് ഇഫ്തിറാഷും തവർറുക്കും പിന്നെ കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ വരിക്ക് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ പൃഷ്ഠഭാഗത്തിനാണ് പറയാ. ചന്തി എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനാണ് വരിക്ക് എന്ന് പറയാം. ബൈനൽ വരിക്കൈൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ താഹ ഹുസൈന്റെ നാടകത്തിൽ ഒരു സ്ഥലപ്പേരുണ്ട്, ബൈനൽ വരിക്കൈൻ. 2 മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അയാളത് സാഹിത്യ രൂപേണ ഇട്ട പേരാണ് ബൈനൽ വരിക്കൈൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഈ തവർറുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഷ്ഠഭാഗത്തിനാണ് പറയാം. അപ്പം തവർറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാല് പൃഷ്ഠഭാഗം നിലത്തൂന്നിക്കൊണ്ടുള്ള ഇരുത്തത്തിനാണ്. ബാക്കിയുള്ളതൊക്കെ കാലിന്റെ മുകളിലാണ് വരുന്നത്. തവർറുക്കിൽ മാത്രമാണ് ഇത് വരുന്നത്. ഇഖ്റാഅ് ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം എന്നില്ല. ഇഫ്തിറാഷാണ് മറ്റൊന്ന്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്, നമ്മളെപ്പോഴും ഇരിക്കാറുള്ളതുമാണ്. ഇത്രയാണ് അത് ഇരുത്തങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഉസ്താദേ ഒരു ഡൗട്ട്. നമ്മള് തറാവീഹിനൊക്കെ ഇരിക്കൂലേ? അപ്പൊ ഇതിൽ ഏത് രണ്ടാമത്തെ ആണോ? 2 റക്അത്തുള്ള നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്താണ് നബി അവലംബിച്ചിരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ സുബഹി നമസ്കാരത്തില് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് 2 റക്അത്തുള്ള നമസ്കാരം. ആദ്യത്തെ തശഹുദാണ്. രണ്ടാമത്തെ തശഹുദിലേക്ക് പോകുമ്പോഴാണ് 3ഓ 4ഓ റക്അത്തുള്ള നമസ്കാരങ്ങളിലാണ് തവർറുക്കിന്റെ ഇരുത്തം വരുന്നത്. ഇപ്പൊ മഗ്രിബ് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ 2ാമത്തെ റക്അത്തിൽ 2 സുജൂദുകൾക്ക് ശേഷം നമ്മൾ ഇരിക്കും. അപ്പോ ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. 3ാമത്തെ റക്അത്തിൽ നമസ്കാരം കഴിയാൻ നേരത്തെ 2 സുജൂദുകൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇരിക്കും അല്ലെ? ലാസ്റ്റ്
പൂർണ്ണമായ തശഹുദിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തവറുഖിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. രണ്ട് നമസ്കാരങ്ങളുള്ളതിൽ ഇഫ്തിറാഷും അതിൽ കൂടുതലുള്ളതിൽ തവറുക്കുമാണ് സുന്നത്ത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇതിൽ വരും ഇൻഷാ അല്ലാഹ്. രണ്ട് സുജൂദുകൾക്കിടയിൽ അടങ്ങിയിരിക്കണം എന്നാണ്, ഒതുങ്ങിയിരിക്കണം. അസ്ഥികളെല്ലാം പൂർവ്വസ്ഥാനത്തേക്ക് വരുന്നവരെ അടങ്ങിയിരിക്കും. അതുപോലെ തന്നെ സുജൂദിനോളം ദീർഘിപ്പിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുജൂദിനോളം ദീർഘിപ്പിക്കുമായിരുന്നു ഇടയിലുള്ള ഇരുത്തം. നബി അടുത്ത സുജൂദ് മറന്നുപോയോ എന്ന് ആളുകൾ പറയുവോളം നബി അത് ദീർഘിപ്പിച്ചിരുന്നു. അതെന്തിനാ പ്രത്യേകം എടുത്തു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ പെട്ടെന്ന് സുജൂദ് ചെയ്യുക, എണീറ്റ് ഇങ്ങനെ ഇരിക്കണതിന് മുമ്പ് വീണ്ടും സുജൂദിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം ചില സ്ഥലങ്ങളിലുണ്ട്. അത് പാടില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടങ്ങിയിരിക്കുക. തൊമ്മനീനത്ത് എന്ന് പറഞ്ഞത് നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവരുടെയുമാണ്. പിന്നെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ദിക്റുകൾ. എന്താണ് സുജൂദുകൾക്കിടയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തെ തൊട്ട് തലോടുന്ന എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്, ഒരു കുഞ്ഞു പ്രാർത്ഥന. നമസ്കാരത്തിലെ ഏറ്റവും അപ്രസക്തമായ ഒരു സമയം നമുക്ക് തോന്നുന്ന സമയമാണ് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. പല ആളുകളും ആ ഇരുത്തത്തിനിടയിൽ ഒന്നും ചെയ്യാറില്ല. ആ ഇരുത്തം വിട്ടുപോയാൽ അയാളുടെ നമസ്കാരത്തെ അത് ദോഷകരമായി ബാധിക്കുകയുമില്ല. അത് മറന്നാൽ, ഇപ്പൊ നമസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു ഇരുത്താണ് അത്. അവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മറന്നുപോയാലും പ്രത്യേകിച്ച് നമസ്കാരത്തെ ദോഷകരമായി അത് ബാധിക്കുകയില്ല, മറന്നിട്ടാണെങ്കിൽ. എന്നാൽ അവിടെ പോലും എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണെന്ന് നോക്കൂ. അല്ലാഹുമ്മ. എങ്ങനെയാണ് പ്രാർത്ഥന? നമുക്കൊക്കെ അറിയാം. അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, റബ്ബി ഗ്ഫിർലി എന്ന പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ എന്നുള്ളതാണ് നമ്മൾ അവിടെ പറയേണ്ടത്. റബ്ബി ഗ്ഫിർലി, റബ്ബി ഗ്ഫിർലി. അതിന്റെ ബാക്കി അറിയാത്ത ആളുകൾ റബ്ബി ഗ്ഫിർലി എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. നബി അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. ഫുള്ള് പ്രാർത്ഥന അറിയുന്ന നബിയാണ്. എന്നിട്ടും നബി അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയണവർക്കും അത് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടങ്ങിയിരിക്കണം എന്ന് മാത്രം. അതല്ലേ ചെല്ലാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നതിൽ ഊക്കിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകരുത്. എന്നാൽ നബി കുറച്ചും വിശദമായി ചൊല്ലിയതായിട്ട് മറ്റു പല വാക്കുകൾ കൂടി അല്ലാഹുമ്മ ഗ്ഫിർലി എന്നതിന്റെ കൂടെ ഉപയോഗിച്ചതായിട്ട് ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് മഹാനായ അൽബാനി ആ പ്രാർത്ഥന രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുമ്മ, മറ്റൊരു വാക്കിൽ റബ്ബി ഗ്ഫിർലി എന്നാണ്. റബ്ബി ഗ്ഫിർലി വർഹംനി, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ ചെയ്യണേ. അതുപോലെ തന്നെ വജ്ബുർനി, എന്റെ ന്യൂനതകൾ പരിഹരിച്ചു തരണേ. വർഫഅനി, എന്നെ ഉയർത്തണേ. വഹ്ദിനി, എനിക്ക് നിർമാർഗം കാണിച്ചു തരണേ. വആഫിനി, എനിക്ക് ആഫിയത്ത് നൽകണേ. വആഫിനി എന്ന് പറഞ്ഞാൽ ആഫിയത്തല്ല, സോറി. വആഫിനി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോഗ്യം തരണേ, എനിക്ക് പുറത്തു തരണേ. അഫ യഅഫു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യാൻ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേന്ന്. അഫ യഅഫു, എന്നോട് പൊറുക്കണേ എന്നാണ്, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ. വർസുഖനി, എനിക്ക് അന്നം തരുകയും ചെയ്യണമേ. നോക്കി നിങ്ങളെ, ദുനിയാവിലെയും പരലോകത്തെയും ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ഒരാൾ നമസ്കാരത്തിൽ ഏറ്റവും അപ്രസക്തമായ ഒരു സമയത്തുള്ള പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി വജ്ബുർനി. നോക്കുങ്ങൾ, എനിക്ക് പുറത്തു തരണേ, അതുപോലെ തന്നെ എന്നോട് കരുണ കാണിക്കണേ, എന്റെ ന്യൂനതകൾ പരിഹരിച്ചു തരണേ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ. ഇങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമയത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സുജൂദ് ആദ്യത്തെ ഇതിലെ തന്നെ പോലെ തക്ബീർ ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോകുന്നു. അവിടുന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് സുജൂദിൽ നിന്നും തിരിച്ചു വരുന്നു. ആ സുജൂദിൽ അടങ്ങി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജൽസത്തുൽ ഇസ്തിറാഹ അല്ലെങ്കിൽ ജൽസത്തു ഇഫ്തിറാഷ് എന്ന് പറയുന്ന സംഭവമുള്ളത്. ഒന്നാമത്തേല് ജൽസത്തുൽ ഇസ്തിറാഹയാണ്.
ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവിടെ പ്രത്യേകിച്ച് ചൊല്ലാനൊന്നുമില്ല. ഒന്നാമത്തെ റക്അത്താണ് ഇപ്പൊ നമ്മൾ നിർവഹിക്കുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ ശരിക്കും ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ ആ റക്അത്ത് പൂർത്തിയാക്കിയ രണ്ടാമത്തെ സുജൂദിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നേരെ എഴുന്നേറ്റ് നിൽക്കണം, അല്ലെ? അപ്പൊ സുജൂദിൽ നിന്ന് നേരെ എഴുന്നേറ്റ് പോവുകയാണോ ചെയ്യേണ്ടത്? അതല്ല, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ഇരുന്ന് എന്നിട്ട് അവിടുന്ന് വീണ്ടും കൈകളൊന്ന് ഊന്നി എഴുന്നേൽക്കുകയാണോ ചെയ്യേണ്ടത്? ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിപ്പിച്ചത്. ആ ഇരുത്തത്തെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. അസ്ഥികൾ പൂർവ്വസ്ഥിതിയിലാകുന്നത് വരെ നബി ഒന്ന് നിവർന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ റക്അത്തിലേക്ക് കടക്കും. രണ്ടാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ നിലത്ത് ഊന്നിയിട്ടാണ് എഴുന്നേൽക്കുക. ചില ആളുകൾക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റോബോട്ട് എണീക്കണ പോലെ എണീക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നബി കൈകൾ ഊന്നിക്കൊണ്ടാണ് എഴുന്നേറ്റിരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തത് നല്ല കോൺട്രവേഴ്സി ആയ ഒരു സബ്ജക്റ്റ് ആണ്. കൈകൾ നിലത്ത് കുത്തി ഊന്നുക എന്ന് പറഞ്ഞാൽ കുത്തുക എന്നാണല്ലോ അർത്ഥം. ആ നിലത്ത് കുത്തുമ്പോ കൈകൾ ഇങ്ങനെ പരത്തി വെക്കണോ, അതല്ല കൈകൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് വെക്കണോ എന്നുള്ള. അപ്പൊ അൽബാനിയുടെ ഈ ഇതിൽ പറഞ്ഞ നമസ്കാരത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് മുഷ്ടി ചുരുട്ടി പിടിച്ച് കൈകൾ ഊന്നുമായിരുന്നു എന്നാണ്. ഇവിടെ ഒരാൾ അങ്ങനെ മുഷ്ടികൾ ചുരുട്ടി പിടിക്കാതെ ഊന്നിയാൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമസ്കാരം ദോഷകരമായി ബാധിക്കുകയില്ല. എനിക്ക് വീഡിയോ അങ്ങനെ ബ്രേക്ക് ഉള്ള പോലെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ക്ലിയർ ഉണ്ടോ? വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ശരി ശരി. അപ്പൊ നമ്മള് നമസ്കാരത്തിൽ നിന്ന്, അതായത് ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കി, അതിന് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞു, ഒന്ന് ഇരുന്നു. കൂടെ അല്ലേ എല്ലാരും? ഒന്ന് ഇരുന്നതിന് ശേഷം നമ്മൾ എണീക്കുകയാണ്. ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കി രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോൾ നമ്മൾ കൈകൾ ഊന്നണം. കൈകൾ ഊന്നുമ്പോ ഇങ്ങനെ പിടിച്ച് നിലത്ത് വെച്ചിട്ട് ഊന്നി എണീക്കണോ, അതല്ല ഇങ്ങനെ കുത്തിയിട്ട് എണീക്കണോ? കൈകൾ എങ്ങനെ കുത്തണം എന്നുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കൈകൾ കുത്തി എണീക്കുന്നത്, അത് കുത്തി എണീക്കുമ്പോൾ മുഷ്ടികൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാണ് കുത്തി എണീക്കേണ്ടത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ തന്നെ പാടുള്ളൂ, അതാണ് ശരിയായ രീതി, അതിനപ്പുറം ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു അതിവാദം പല ആളുകളും നടത്തുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പറയേണ്ടതില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ഗ്രന്ഥങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഊന്നലിനാണ് പ്രസക്തി, അല്ലാതെ മുഷ്ടി ചുരുട്ടലിനല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഷ്ടി ചുരുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഊന്നിക്കൊണ്ട് നബി എണീറ്റിട്ടുണ്ട്. അവിടെ മുഷ്ടി ചുരുട്ടിയ കാര്യം പറഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നാൽ മുഷ്ടി ചുരുട്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റതായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അവിടെ കൈകളിൽ ഊന്നിക്കൊണ്ട് എണീക്കണം എന്നുള്ളതിനാണ് പ്രസക്തി. കാരണം വേറൊരു സ്ഥലത്ത് നബി അത് വിരോധിച്ചിട്ടുണ്ട്. എങ്ങനെ? അവലംബിക്കാതെ പെട്ടെന്നായിട്ട് ഇങ്ങനെ എണീക്കരുത്, ഇങ്ങനെ ഊന്നാതെ കൈകൾ കുത്താതെ എണീക്കരുത് എന്ന് നബി പ്രത്യേകം പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ശരി, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റക്അത്തിലും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എണീറ്റു. കൈകൾ രണ്ടും ചെവിക്ക് നേരെ കൊണ്ടുപോയി തക്ബീർ കെട്ടി വീണ്ടും പിന്നെ ഫാത്തിഹ, അതുപോലെ തന്നെ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം, സൂറത്ത് ഓതി വീണ്ടും റുകൂഅ്, സമി അല്ലാഹു ലിമൻ ഹമിദ, റബ്ബന വലക്കൽ ഹംദ്, ഇഅ്തിദാല്, പിന്നെ സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം, വീണ്ടും സുജൂദ്, വീണ്ടും നമ്മൾ ഇരിക്കുകയാണ്. രണ്ടാമത്തെ റക്അത്ത് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. അത് ആദ്യത്തെ തശഹുദിലാണ്. അപ്പം തശഹുദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് വിരമിച്ച ശേഷം തശഹുദിന് വേണ്ടി ഇരിക്കും.
സുബഹി പോലെ 2 റക്അത്തുള്ള നമസ്കാരത്തിലാണെങ്കിൽ 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കും. അപ്രകാരം തന്നെ 3-4 റക്അത്തിന്റെ നമസ്കാരത്തിൽ ആദ്യത്തെ തശഹുദിൽ അവിടുന്ന് ഇരുന്നത് പോലെ തന്നെ ഇരിക്കും. കൂടാതെ മോശമായി നമസ്കരിച്ച വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമസ്കാരത്തിനിടയിൽ ഇരിക്കുമ്പോൾ ഇടതുകാൽ പരത്തി വെച്ചുകൊണ്ട് അടങ്ങിയിരുന്ന് തശഹുദ് നിർവഹിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നായ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഇരിക്കുന്നത് പോലെയുള്ള ഇരുത്തം എന്നോട് എന്റെ ഉറ്റ സുഹൃത്ത് വിലക്കി. മറ്റൊരു ഹദീസിൽ പിശാചിന്റെ ചമ്രം പടിഞ്ഞിരിക്കൽ അവിടുന്ന് വിലക്കിയിരുന്നു. ഇവിടെ പറഞ്ഞത് ഇത് ഒരാൾ തന്റെ പൃഷ്ഠം തറയിൽ അമർത്തി വെക്കുകയും കണങ്കാൽ നാട്ടിവെക്കുകയും നായ വെക്കുന്നത് പോലെ കൈകൾ തറയിൽ കുത്തിവെക്കുകയും ചെയ്യുന്നതിനെയാണ്. അപ്പോ നമ്മൾ അനുവദിക്കപ്പെട്ട ഇഖ്ആന്റെ ചിത്രമാണ് നേരത്തെ കാണിച്ചത്. എന്നാൽ വേറൊരു ഇഖ്ആ ഉണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് അത് കാലിന്റെ മുകളിലല്ലേ ഇഖ്ആയിൽ ഇരുന്നത്, എന്നാൽ കാലുകൾ വിടർത്തി വെക്കുക, കാല് നാട്ടി വെക്കുക, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുക. 2 കാലിൽ ഈ 2 കാലും ഇങ്ങനെ നാട്ടി വെക്കുകയും എന്നിട്ട് നിലത്ത് ഇങ്ങനെ കൈ കുത്തിയിട്ട് നായ്ക്കൾ ഇരിക്കുന്ന പോലെയുള്ള ഇരുത്തം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള ഇഖ്ആ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടിനും ഇഖ്ആ, കാല് നാട്ടി വെച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനർത്ഥം. ഓക്കെ. പിന്നെ ചമ്രം പടിഞ്ഞിരിക്കുക, ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുമല്ലോ നമ്മൾ ചൊറിയിക്കാനിരിക്കണ പോലെ, ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന സ്വഭാവം വേണ്ട, അതും വിലക്കിയിരിക്കുന്നു എന്ന് വേറെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തശഹുദിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് വലത് കൈ വലത് തുടയിലും മറ്റൊരു നിവേദനത്തിൽ കാൽമുട്ട്, തുടയിലോ കാൽമുട്ടിലോ വെക്കാം. ഇടതു കൈ ഇടത് തുടയിലും മറ്റൊരു റിപ്പോർട്ടിൽ കാൽമുട്ടിൽ. ഇടത് കൈ ഇടത് കാൽമുട്ടിലോ തുടയിലോ, വലത് കൈ വലത് കാൽമുട്ടിലോ തുടയിലോ ആയിട്ട് പരത്തി വെക്കേണ്ടതാണ്. അവിടുന്ന് വലത് കൈമുട്ടിന്റെ അറ്റം വലത് തുടയിൽ വെക്കും. കൈന്റെ അറ്റം അങ്ങനെ മുട്ടിന്റെ അറ്റം അങ്ങനെ തട്ടുന്ന രൂപത്തിൽ താത്തി പൊക്കി അങ്ങനെ സ്റ്റഡി ആയിട്ടോ അല്ല താത്തിയിട്ടൊക്കെ വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നമസ്കാരത്തിൽ ഇടത് കൈയിന്മേൽ ഊന്നിക്കൊണ്ടിരുന്ന ഒരുവനെ അവിടുന്ന് വിരോധിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും അത് ജൂതന്മാരുടെ നമസ്കാരം. അതായത് ഈ ഇരുത്തം ഇങ്ങനെ ഒരു സൈഡിലേക്ക് കൈ കുത്തിയിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് കുത്തിയിട്ടുള്ള ഇരുത്തുണ്ടല്ലോ, ആ ഇരുത്തത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ട് അത് ജൂതന്മാരുടെ ഇരുത്താണെന്ന്. ഇങ്ങനെ സൈഡിലേക്ക് കൈ കുത്തിയിട്ടിരിക്കുന്ന ഇരുത്തത്തെ കുറിച്ചാണ് അത് പറഞ്ഞത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ്. അത് ജൂതന്മാരുടെ ഇരുത്താണ്, അള്ളാന്റെ കോപത്തിന് പാത്രമായവരുടെ ഇരുത്താണെന്നൊക്കെ ഹദീസുകൾ വന്നാൽ സാധിക്കും. പിന്നെ മറ്റൊരു വിഷയമാണ് തശഹുദിലുള്ള വിരലനക്കല്. അതും ഇതുപോലെ ഒരു പ്രശ്നം പിടിച്ച കേസാണ്. ഒരുപാട് ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കേസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈപ്പടം ഇടതു കാൽമുട്ടിൽ പരത്തി വെക്കുകയും വലതു കൈയിലെ വിരലുകളെല്ലാം ചുരുട്ടിപ്പിടിക്കുകയും ചൂണ്ടുവിരൽ കിബിലക്ക് നേരെ ചൂണ്ടി അതിലേക്ക് നോട്ടം ഉറപ്പിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ചൂണ്ടുവിരല് മാത്രം ഇങ്ങനെ പിടിക്കുക, ബാക്കിയുള്ള വിരലുകളൊക്കെ ചുരുട്ടി പിടിക്കുക, എന്നിട്ട് കാൽമുട്ടിൽ വെക്കുക, എന്നിട്ട് അതിലേക്ക് നോക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അവിടുന്ന് വിരൽ ചുരുട്ടുമ്പോൾ തള്ള വിരൽ തന്റെ നടുവിരലിലായിട്ട് വെക്കും. ഇതാ ഇങ്ങനെ കണ്ടില്ലേ, തള്ളവിരൽ നടുവിരലിലായിട്ട് വെക്കുന്നിടത്ത്. ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. പണ്ടൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു തോന്നുന്നു അല്ലേ, 53 പിടിക്കാന്ന് അങ്ങനെ എന്തൊരു കണക്കൊക്കെ പറഞ്ഞല്ലോ അല്ലെ. ഇങ്ങനെ പക്ഷെ നബി ഇങ്ങനെയാണ് വെച്ചിരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ 2 വിരലുകളും അവിടുന്ന് വൃത്താകൃതിയിലാക്കും. ചിലപ്പോൾ ഇങ്ങനെയും വെക്കാറുണ്ട്, ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. പിന്നെ മറ്റൊരു ഇത്, അവിടുന്ന് വിരൽ ഉയർത്തി അതിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാല് പ്രാർത്ഥനയ്ക്കൊപ്പം വിരൽ ചലിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അവിടെ എന്നുള്ള പദത്തിന്
പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, അതുകൊണ്ട് മലക്കുകളെ മാടി വിളിക്കുകയാണ് എന്നൊക്കെ അർത്ഥം പറഞ്ഞ ആളുകളും ഉണ്ട്. എന്തായിരുന്നാലും അത് അള്ളാഹുവിന് അറിയാം എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത്. പിന്നെ ഈ വിരലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും അത് ഇരുമ്പിനേക്കാൾ ശക്തിയേറിയതാണ് എന്നാണ്. എന്തായിരുന്നാലും വിരൽ അനക്കുന്നതും പ്രവാചക ചര്യയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചൂണ്ടുവിരലിനെ പരാമർശിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നെ പിശാചിനെതിരെ ഇരുമ്പിനേക്കാൾ ശക്തിയേറിയതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, ഇതിൽ അൽബാനി ഒരു ഷോർട്ട് നോട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല്, വിരൽ ചൂണ്ടുന്നതും ചലിപ്പിക്കുന്നതും സലാം വീട്ടുന്നത് വരെ, അതുവരെയാണല്ലോ പ്രാർത്ഥനയുള്ളത്, തുടരുന്നത് നബി ശരിയാണെന്നതിനുള്ള തെളിവാണ് ഈ ഹദീസ്. ഇതാണ് ഇമാം മാലിക്കിന്റെയും മറ്റും അഭിപ്രായം. ഇമാം അഹമ്മദിനോട് ചോദിക്കപ്പെട്ടു, നമസ്കാരത്തിൽ ഒരാൾ തന്റെ വിരൽ ചൂണ്ടേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, ശക്തമായി. ഞാൻ പറയട്ടെ, തശഹുദിൽ വിരലനക്കുന്നത് സ്ഥിരപ്പെട്ട പ്രവാചക ചര്യയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഇമാം അഹമ്മദും മറ്റു സുന്നത്തിന്റെ ഇമാമുകളും ഇതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് നമസ്കാരത്തോട് യോജിക്കാത്ത കളിതമാശയാണെന്ന് പറയുന്നവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഇക്കാരണത്താൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് അറിഞ്ഞിട്ട് കൂടി അവർ തങ്ങളുടെ വിരലനക്കാൻ കൂട്ടാക്കുന്നില്ല. കൂടാതെ അറബി ഭാഷാ ശൈലിക്കും ആ വിഷയത്തിൽ ഇമാമുകളുടെ മനസ്സിലാക്കിയതിനും വിപരീതമായി അതിനെ വ്യാഖ്യാനിക്കാൻ അവർ സാഹസപ്പെടുന്നു. ഏറ്റവും ആശ്ചര്യമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇതല്ലാത്ത വിഷയങ്ങളിൽ ഒരു ഇമാമിനെ അദ്ദേഹത്തിന്റെ അഭിപ്രായം സുന്നത്തിനെതിരായാലും ശരി അത് ന്യായീകരിക്കും. അവരുടെ വാദം ഇമാമിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹത്തോടുള്ള അനാദരവും അദ്ദേഹത്തെ ആക്ഷേപിക്കലുമാണെന്നത്. പിന്നീട് അവർ തന്നെ ഇത് വിസ്മരിക്കുകയും ഈ സ്ഥിരപ്പെട്ട സുന്നത്തിനെ നിഷേധിക്കുകയും ചെയ്യും. അതേസമയം ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ അവർ പരിഹസിക്കുകയും ചെയ്യും. അവർ അറിഞ്ഞാലും ഇല്ലെങ്കിലും ശരി, അവർ തെറ്റായ കാര്യത്തിൽ പോലും ന്യായീകരിക്കുന്ന ആ ഇമാമുകൾ പോലും അവരുടെ പരിഹാസത്തിൽ ഉൾപ്പെടും. ആ ഇമാമുകളാവട്ടെ ഇവിടെ സുന്നത്ത് യോജിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർ നബി തന്നെയാണ് പരിഹസിക്കുന്നത്. കാരണം ഈ സുന്നത്ത് കൊണ്ടുവന്നത് അവിടുന്നാണല്ലോ. അതിനാൽ അതിനെ പരിഹസിക്കുന്നതിന് നബിയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ നിങ്ങളിൽ അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല എന്ന ഖുർആനിന്റെ വാക്യം ശ്രദ്ധേയമാണ്. എന്നാൽ ഏതെങ്കിലും പ്രത്യേക സമയത്ത് മാത്രം പരിമിതപ്പെടുത്തുകയോ വിരൽ ചൂണ്ടിയ ശേഷം അടക്കി വെക്കുകയോ ചെയ്യുന്നതിന് നബിചര്യയിൽ യാതൊരു അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല, ഈ ഹദീസ് മനസ്സിലാക്കിയതനുസരിച്ച് അത് നബിചര്യക്ക് വിരുദ്ധവുമാണ്. കൂടാതെ അവിടുന്ന് വിരലുകൾ അനക്കിയിരുന്നില്ല എന്ന ഹദീസിന് ബലപ്പെട്ട ഒരു പരമ്പര പോലുമില്ല. അത് ഞാൻ ലഈഫ് അബൂ ദാവൂദിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അത് ബലപ്പെട്ടതാണെങ്കിൽ തന്നെ നിഷേധ രൂപത്തിലുള്ളതാണ്. മറിച്ച് മുകളിലുള്ള ഹദീസ് ഗണ്യത രൂപത്തിലുള്ളതാണ്. ഗണ്യത രൂപത്തിലുള്ളതിനാണ് നിഷേധ രൂപത്തിലുള്ളതിനേക്കാൾ മുൻഗണന നൽകേണ്ടത്. ഇതാണ് പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിഷിദ്ധമാക്കുന്നവർക്ക് ഇതിൽ തെളിവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വിരൽ ചലിപ്പിക്കുന്നതാണ് പ്രബലമായ സുന്നത്ത് എന്നാണ്. മാത്രമല്ല, വിരൽ ചലിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സ്വഹാബിമാർ പരസ്പരം ഓർമ്മിപ്പിച്ചിരുന്നു എന്നാണ്. നബി 2 തശഹുദുകളിലും ഇപ്രകാരം ചെയ്യുമായിരുന്നു എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. ഒരിക്കൽ 2 വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കണ്ടപ്പോ അത് ഒറ്റയാക്കുക എന്ന് നബി പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ഇനി തശഹുദിലെ പ്രാർത്ഥനയിലേക്ക് വേണം. വിരൽ ചൂണ്ടുന്ന കാര്യത്തിൽ ഇല്ലാതെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഇതുവരെ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തേക്ക് പോവാം. അത്തഹിയാത്തു അൽ മുബാറക്. അത്തഹിയാത്തിന്റെ രൂപം നിങ്ങൾ പഠിച്ചു വെച്ചത് എങ്ങനെയാ? ഇതിൽ 1-2 രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന രൂപം എന്ന് പറഞ്ഞേ നോക്കട്ടെ. ആരുമില്ലേ? ഹലോ. തയ്യിബാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു യാ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതിൽ ഒന്നാമത്തെ ഇബ്നു മസ്ഊദിന്റെ തശഹുദ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇബ്നു അബ്ബാസിന്റെ തശഹുദ് ഇങ്ങനെയാണ്: അത്തഹിയാത്തു വൽ മുബറകാത്തു വസ്സലവാത്തു വത്തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. 2 തശഹുദിന്റെ രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ അർത്ഥം അവിടെ ഉണ്ട്.
അത്തഹിയാത്ത് എന്ന് പറഞ്ഞ എല്ലാ അഭിവാദ്യങ്ങളും, സലവാത്ത്, മുബാറക്കാത്ത് എല്ലാ അനുഗ്രഹങ്ങളും, ത്വയ്യിബാത്ത് എല്ലാ നല്ല കാര്യങ്ങളും ലില്ലാഹി. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ ചെല്ലുന്ന സ്വലാത്താണ്. വറഹ്മത്തുള്ളാഹ്, അള്ളാഹിന്റെ കാരുണ്യവും, വബറകാതുഹു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും, അസ്സലാമു അലൈന നമ്മുടെ മേലും സമാധാനം, അല ഇബാദില്ലാഹി സ്വാലിഹീൻ മുഴുവൻ മനുഷ്യരുടെ മേലും സമാധാനം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ വാക്യങ്ങളും നമ്മൾ ചൊല്ലുന്നു. ഇബ്നു ഉമറിന്റെ ഒരു തശഹുദ് ഉണ്ട്, തഹിയ്യാതു ലില്ലാഹി വസ്സലാത്തു വത്വയ്യിബാത്തു വസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയും, ഞാൻ ഇങ്ങനെ അധികരിപ്പിക്കുന്നു, വബറകാതുഹു വസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇബ്നു ഉമർ അതും കൂടി കൂട്ടിച്ചേർത്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി അബൂ മൂസൽ അശ്അരിയുടെ തശഹുദ് കാണാൻ സാധിക്കും, തഹിയ്യാത്തു തയ്യിബാത്തു വസ്സലാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഉമറുൽ ഖത്താബ് തഹിയ്യാത്തുല്ലാഹി അസ്സാകിയാത്തു ലില്ലാഹി അത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക എന്ന് തുടങ്ങുന്ന ബാക്കിയുള്ള നബി ഇബ്നു മസ്ഊദിന്റെ ഇതുപോലെ അത്തഹിയ്യാത്തു വത്വയ്യിബാത്തു വസ്സലവാത്തു അസ്സാകിയാത്തു ലില്ലാഹി അസ്സലാമു അലാ നബി എന്ന് തുടങ്ങുന്ന അത് ആയിഷ ബീവിയുടെ. ഇങ്ങനെ വിവിധങ്ങളായ തശഹുദുകൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ചൊല്ലിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരും നബിയിൽ നിന്ന് ഓരോ രീതിയിലാണ് അത് പഠിച്ചിട്ടുള്ളത്. ഞാനൊക്കെ ചൊല്ലാറുള്ളത് ഇബ്നു അബ്ബാസിന്റെ ആ രൂപമാണ്. നമ്മൾ ചെറുപ്പം മുതലേ മദ്രസയിലൊക്കെ പഠിച്ചു വരുന്നത് ആ രൂപത്തിലാണ്. തഹിയ്യാത്തു വൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാം ഒരേ പദങ്ങളും അതൊക്കെ തന്നെയാണ്, ഒരേ അർത്ഥങ്ങളൊക്കെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്ന് അർത്ഥം കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലേണ്ടത് എന്താണ്? തശഹുദ് കഴിഞ്ഞാല് നബിയുടെ മേലുള്ള സ്വലാത്താണ്. നബിയുടെ മേലുള്ള സ്വലാത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. ഇബ്രാഹിമിയ സ്വലാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, ഞങ്ങൾ എങ്ങനെയാണ് നബി നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു കൊടുത്ത ഒരു സ്വലാത്തിന്റെ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് പറയുന്ന പ്രാർത്ഥന. അതിന്റെയും വിവിധ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി വഅലാ അസ്വാജിഹി വദുരിയതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി വഅലാ അസ്വാജിഹി വദുരിയതിഹി കമാ ബറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്നൊക്കെ തുടങ്ങുന്ന നബിയുടെ കുടുംബത്തെയും നബിയുടെ ഭാര്യമാരെയും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള സന്താനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള സ്വലാത്തിന്റെ രൂപങ്ങളും കാണാൻ സാധിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇതാണ് നബി സ്വയം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ശരി, ഇനി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെയൊക്കെ കുറേ സ്വലാത്തിന്റെ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബിയൽ ഉമ്മി എന്നുള്ള വാക്ക് ചേർത്ത് അബ്ദുക റസൂലുക ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ സ്വലാത്തുകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്വലാത്തിനെ കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പ് അവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് താല്പര്യമുള്ള ആളുകൾ വായിച്ചു നോക്കുക. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം അതിലേക്ക് പോയാൽ മതി. ബാക്കിയുള്ള ആളുകൾ നമുക്ക് അറിയുന്ന സ്വലാത്ത് തന്നെ ചൊല്ലുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ വരുന്നത് ആദ്യത്തെ തശഹുദിലെ പ്രാർത്ഥന, അത് അത്തഹിയാത്തും സലാത്തുമാണ്. പിന്നെ രണ്ടാമത്തെ തശഹുദില് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന
നമുക്കറിയാവുന്ന പോലെ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറയുന്ന പ്രാർത്ഥന. അതാണ് 4 3 റക്അത്തുകളുള്ള നമസ്കാരത്തിലെ അവസാനത്തിൽ നമ്മൾ സ്വലാത്ത് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട പ്രാർത്ഥന. എങ്ങനെയായിരുന്നു അത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യങ്ങൾ അതൊക്കെയാണ്. 1 നരകം, 2 ഖബർ, 3 നമ്മുടെ ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പങ്ങൾ, അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. 4-മത്തതോ മസീഹുദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്ന്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നകളിൽ നിന്ന്, അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്. ഈ 4 കാര്യങ്ങളിൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും കുഴപ്പം ഒന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 4 കാര്യങ്ങളാണ് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെയും കുറെ പ്രാർത്ഥനകൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തശഹുദിൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഏത് പ്രാർത്ഥന വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ തുടങ്ങിയ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അലിംതു വമിൻ ശർരി മാ ലാ അഅലം മാ ലം അഅലം, ഇതൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരുപാട് പ്രാർത്ഥനകൾ താല്പര്യമുള്ള ആളുകൾക്ക് വായിക്കാനായിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, അതിലേത് പ്രാർത്ഥനയും നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് അത് പഠിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. ശരി, ഇനി അടുത്തത് നമ്മൾ ഇതിൽ വിത്രിലെ കുനൂത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ആ ഭാഗം വിട്ടു, അതൊന്ന് ക്ലിയറാക്കോ? ഈ ബുക്കിലെ കുനൂത്ത് പേജ് നമ്പർ 205. ആപൽ ഘട്ടങ്ങളിലുള്ള നമസ്കാരങ്ങളിലുള്ള കുനൂത്ത് അല്ലേ? അതിൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്തിൽ കുനൂത്ത് നിർവഹിക്കുമായിരുന്നു. കാരണം സൗദിയിലൊക്കെ നമുക്ക് എല്ലാ നമസ്കാരത്തില്, അതായത് ഇതില് വിത്തറിലല്ല, നമ്മള് റമദാൻ പ്രത്യേകിച്ച് വിത്തർ നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതലുണ്ട് എല്ലാ പള്ളികളിലും. അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈതു വഅഫിനി ഫീമൻ ആഫൈതു وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت إنك لا تقضي ولا يقضى عليك فإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت لا منجا منك إلا إليك എന്ന് പറയുന്ന പ്രാർത്ഥന ഇബ്നു അബ്ബാസിൽ നിന്ന് അല്ല ഇബ്നു അലി ഹസൻ റളിയല്ലാഹു അൻഹു ഇബ്നു അലിയെ വിത്തറിലെ പാരായണത്തിന് ശേഷം ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുണ്ട്. ഈ വിത്തറിലെ കുനൂത്തിന്റെ കാര്യം പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരമായി വന്ന ഒരു ചര്യ എന്നുള്ള നിലക്കല്ല നമ്മൾ കാണേണ്ടത്. ചിലപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിർവഹിച്ചിട്ടുള്ളത്. നാസിലത്തിന്റെ കുനൂത്ത് പ്രവാചകൻ അപകടങ്ങളായ ഘട്ടങ്ങളിൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായ സമയത്ത് അവർക്കെതിരെയുള്ള ശാപപ്രാർത്ഥന എന്ന രീതിയിൽ നടത്തിയിട്ടുള്ളതായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. നാസിലത്തിന്റെ കുനൂത്ത് ആപൽ ഘട്ടങ്ങളിലുള്ള നമസ്കാരങ്ങളിലുള്ള കുനൂത്ത്. ആർക്കെങ്കിലും അനുകൂലമായോ പ്രതികൂലമായോ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചാൽ അവസാനത്തെ റക്അത്തിൽ റുക്കൂഇന് ശേഷം കുനൂത്ത് നിർവഹിക്കുന്നതാണ്. നബി ഫർള് നമസ്കാരങ്ങൾക്ക് ഫർള് നമസ്കാരങ്ങളിലാണ് നബി അത് നിർവഹിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത് വിത്റിലെ കുനൂത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് അത് നിർവഹിച്ചതായി കാണാൻ സാധിക്കും. അൽബാനി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്റിലെ കുനൂത്ത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നബി പ്രാർത്ഥിച്ചതിന്റെ അപ്പുറത്തേക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഹറമിലൊക്കെ ഉള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രാർത്ഥന നീണ്ടുപോകുന്നതായിട്ടാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അതിശോക്തി പറയല്ല, ഞാൻ പങ്കെടുത്ത ഒരാളായതുകൊണ്ട് പറയുന്നത്,
നമുക്കൊരു വല്ലാത്ത ആത്മീയമായ ഉണർവും അനുഭൂതിയൊക്കെ തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്കെന്തോ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതുവരെയുള്ള തറാവി നമസ്കാരത്തിന് പോലും ഇല്ലാത്തൊരു പ്രാധാന്യം പലപ്പോഴും പല ജനങ്ങളും ആ ഒരു പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുദൈസൊക്കെ ആണെങ്കിൽ ഒരു വല്ലാത്ത തിക്കും തിരക്കും ആയിരിക്കും. 27-ാം രാവിന്റെ അന്നൊക്കെയുള്ള വിത്തറിലെ കുനൂത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളതിനും ഇപ്പം അറബിൽ അത്രയും മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മൾ ഒറ്റയടിക്ക് വിദഗ്ധാണെന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അതിനെ കളങ്കപ്പെടുത്തേണ്ടതില്ല. മറിച്ച് എന്തോ അതിന് അൽബാനി പറഞ്ഞ എന്താ വെച്ചാൽ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഈ പ്രാർത്ഥനയിൽ നിർത്തണം എന്നാണ്. കുനൂത്ത് ചെല്ലുകയാണെങ്കിൽ ഈ പ്രാർത്ഥന നിർത്തണം. ചിലപ്പോൾ മാത്രമാണ് നബി അത് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ ശരിയാണ്. സൗദിയിലെ എല്ലാ ഒട്ടുമിക്ക പള്ളികളിലും ഈ പ്രാർത്ഥന ഭയങ്കര ലോങ് ദീർഘിപ്പിച്ച കൊണ്ടുപോകുന്നത്. അതിപ്പോ നമ്മള് അവിടെ പ്രശ്നം അത് ചില നിസ്കാരത്തിനെ കാട്ടി ചിലപ്പോ നീണ്ടൊക്കെ പോണ പ്രാർത്ഥനകളുണ്ട് ചിലപ്പോ. പിന്നെ ചില ഇമാമന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ട നമുക്ക് തന്നെ പേടിയാവും. കരഞ്ഞുകൊണ്ട് ഭയങ്കര ആജാതി പ്രാർത്ഥനയൊക്കെ ശത്രുക്കൾക്കെതിരിലൊക്കെ ആജാതി പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നല്ല വാക്കുകളും ഉണ്ട്. മുസ്ലിങ്ങളുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കണേ, തെറ്റ് സംഭവിച്ചു പോയ പ്രാർത്ഥന പിന്നെ കാര്യങ്ങളിൽ മാപ്പ് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആത്മീയമായ ഒരു അനുഭൂതിയാണ്. നമ്മളത് ആ സെൻസിൽ കണ്ടാൽ മതി. അതൊരു വലിയൊരു സുന്നത്താണ് എന്നുള്ള രീതിയിലല്ല. അൽബാനി പറഞ്ഞിടത്താണ് നമ്മൾക്ക് നിൽക്കാൻ താല്പര്യം. വിത്തറിലെ കുനൂത്തില് പിന്നെ വിത്തറിലെ കുനൂത്ത് സഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ഈ പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് അൽബാനി പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പാടില്ല എന്നാണ് സലഫി പണ്ഡിതന്മാരും പല ആളുകളും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മക്കത്തൊക്കെ അങ്ങനെ പല കാര്യങ്ങളും നടന്നു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഫർദ് നമസ്കാരത്തിന്റെ ഭാഗമല്ല അത്. ഇന്നത്തെ നമസ്കാരങ്ങളിൽ വിത്തറിൽ മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു സംഭവമാണത്. അതാണ് ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയത്. ഇത്ര കാര്യങ്ങളുള്ളൂ. ഇനി സലാം വീട്ടലാണ്. സലാം വീട്ടുമ്പോ നമ്മൾ എന്താ പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് വലതു ഭാഗത്തേക്ക് ആദ്യവും അതിനുശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ഇടതു ഭാഗത്തേക്ക് രണ്ടാമതും സലാം വീട്ടുന്നതാണ് കാണിക്കുന്നത്. ഇടത് കവിളിന്റെ വെള്ള കാണുവോളം നബി തലതിരിച്ചു എന്നാണ്. വലത് കവിളിന്റെ വെള്ള കാണുവോളം നബി തലതിരിച്ചു എന്ന്. അപ്പൊ അത്രക്കും തിരിയാണ്. വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇങ്ങനെ പോന്നാ പോരാ എന്നുള്ള അർത്ഥം. നല്ല സൈഡിലേക്ക് തിരിയണം എന്നർത്ഥം. അങ്ങനെ ഒന്നായിട്ട് തിരിച്ച് തലവേദനിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും വേണ്ട. വബറകാതുഹുന്ന് ചില സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമയത്ത്. ഒന്നാമത്തേൽ മാത്രം. ഇതിൽ ഒന്നാമത്തെ സലാമാണ് നിർബന്ധമായിട്ടുള്ളത്, മറ്റേത് ഐച്ഛികമാണ്. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിലൊക്കെ നമ്മൾ ഒരു സലാം വീട്ടിലേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചു നോക്കളി, ഗൾഫിലൊക്കെ ഒരു സലാം വീട്ടിലേ ഉണ്ടാവുള്ളൂ. അസ്സലാമു അലൈക്കും ഒറ്റ സലാം. ഷാഫി മദ്ഹബിൽ ഒന്നുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണ്. ഹംബലിയിലാണ് ഒന്നല്ലേ, ഷാഫിയിൽ രണ്ടെണ്ണം ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്ത് 2 സലാം വീട്ടിൽ. ഗൾഫിലെ മയ്യത്ത് നോക്കിക്കൊണ്ട് ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അബ്ദുൽ മജീദിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി, ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സലാം വീട്ടി. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി 2-3 മിനിറ്റ് പിന്നെ ഈ സലാം വീട്ടൽ പിന്നെ നമസ്കാരത്തിന്റെ സലാം എന്ന് പറയുന്നത് അതിന്റെ വിരാമാണ്. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മള് തൽക്കാലം നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. കാരണം 1 വർഷം പൂർത്തിയായി. നമ്മൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന 1 വർഷമാണ് നമ്മുടെ സമയം എന്നുള്ളത്. അപ്പോ നമുക്ക് സ്ഥിരമായി ക്ലാസ്സുകൾ തുടരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ അഡ്മിന്മാരുമായി നിങ്ങൾ ബന്ധപ്പെടുക. തീർച്ചയായും അഡ്മിന്മാർ നിങ്ങളെയും ബന്ധപ്പെടും. തഫ്സീറും പിന്നെ അഖീദയും നമ്മൾ അതേ ക്ലാസ്സുകൾ തന്നെ തുടരും. ഓക്കെ. ഫിഖ്, അതുപോലെ തന്നെ ചരിത്രം, അറബി തുടങ്ങിയ വിഷയങ്ങൾ കൂടി അതിൽ ഉൾക്കൊള്ളിക്കും. അങ്ങനെയാണ് 2ാം ഘട്ടം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ വിശദമായ പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.
ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ അഡ്മിനുമായിട്ട് ബന്ധപ്പെടുക. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ, നമ്മളിപ്പോ ഈ നടന്ന ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഒരു ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ബാച്ച്, ലൈവ് ഉണ്ടാവില്ല, ഓൺലൈനായിട്ട് ഉള്ള ഒരു ബാച്ച് തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ മദ്രസയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ഓൺലൈൻ എഡിഷൻ നമ്മൾ രണ്ടാം ബാച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ആദ്യ ബാച്ചിന്റെ പൂർത്തീകരണം ഇൻഷാ അല്ലാഹ് 18-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും, അതിനുശേഷം ഇസ്തിഖാമയും, അതിനുശേഷം ഭക്ഷണത്തോടുകൂടി നമ്മൾ പിന്നെ പോസ്റ്റർ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും, നടക്കുകയാണ്. അപ്പം കാക്കനാട് പ്രിയദർശിനി ഹാള്, ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് നമ്മൾ നടത്തുന്നത്. അതിനു മുമ്പ് എന്ത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ പരീക്ഷ നടത്തണം. അത് അന്നത്തെ പോലെ ഒരു ലൈവ് പരീക്ഷയല്ല, മറിച്ച് ഓൺലൈൻ പരീക്ഷയാണ്. അതായത് നിങ്ങൾക്ക് നമ്മൾ ആക്ടിവിറ്റി ഇട്ട് തരുന്നത് പോലെ 10 ചോദ്യങ്ങൾ ഓരോ വിഷയത്തിൽ നിന്നും ഇട്ട് തരും. ആ 10 ചോദ്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ, അങ്ങനെ ഇട്ടിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഗൂഗിൾ ഫോം ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പൊ ആ ഗൂഗിൾ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് തിരിച്ചയച്ചാൽ മാത്രം മതി. ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക, എന്നിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് പകുതിയാക്കി തിരിച്ചു വരാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതോടൊപ്പം 2 ദിവസം നമ്മളൊരു എക്സാമിന് സമയം നൽകുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആളുകൾക്ക് ലൈവ് ക്ലാസ്സുകൾ കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കയറാനും കാണാനുള്ള സാഹചര്യത്തിന് വേണ്ടിയാണത്. നമ്മളൊരു പരീക്ഷ നടത്തി വിജയികളെ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറം ആളുകളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ലക്ഷ്യമാണല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് 2 വിഷയങ്ങളുടെ, അതായത് അഖീദയുടെയും തഫ്സീറിന്റെയും തജ്വീദിന്റെയും ചോദ്യ പേപ്പർ അയച്ചു തരും. നിങ്ങൾക്ക് 2 ദിവസം സമയമുണ്ട്. നാളെ വൈകുന്നേരം അതുപോലെ തന്നെ മറ്റ് 2 വിഷയങ്ങളുടെ ഫിഖ്ഹിന്റെയും അതുപോലെ തന്നെ അതിന്റെയും 10 ചോദ്യങ്ങൾ വീതം 20 ചോദ്യങ്ങൾ അയച്ചു തരും. അപ്പൊ അത് 4 ഗൂഗിൾ ഫോം ആയിട്ടാണ്. അപ്പൊ 4ഉം നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കണം. ഒന്നുകൂടി ആവർത്തിക്കാമോ? 2 ദിവസത്തെ കാര്യം പറഞ്ഞത് സാർ പറഞ്ഞത് ക്ലിയർ ആയില്ല, ശബ്ദം ഉണ്ടായി. ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആയി. ഇന്ന് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ചോദ്യങ്ങൾ നൽകും. തജ്വീദിന്റെയും തഫ്സീറിന്റെയും. അതിന് നിങ്ങൾക്ക് 2 ദിവസം സമയമുണ്ട് ഉത്തരം എഴുതാൻ. 10 ചോദ്യങ്ങൾ വീതമേ ഉള്ളൂ. 10 20 ചോദ്യം, ആകെ 40 ചോദ്യമേ ഉള്ളൂ. എല്ലാം കൂടെ അന്ന് എഴുതിയ പോലെ പേപ്പറോ OMR ഷീറ്റോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലാസ്സുകൾ ഏതെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ആൻസർ എഴുതാനാണ് നമ്മൾ 2 ദിവസം സമയം തരുന്നത്. ആദ്യം 2 വിഷയങ്ങളുടെ ചോദ്യങ്ങളാണ് നൽകുക. അതിനുശേഷം നാളെ വൈകുന്നേരം വീണ്ടും 2 വിഷയങ്ങൾ കൂടി നൽകും. ചില ആളുകൾ പെട്ടെന്ന് എഴുതി തീർക്കും. അപ്പൊ അവർക്ക് 2 ദിവസം വെറുതെ കാത്തിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നാളെ തന്നെ തരുന്നത്. ആ നാളെ തരുന്നതും ഇന്ന് തരുന്നതും കൂടെ വ്യാഴാഴ്ചക്കുള്ളിൽ എല്ലാവരും പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കാത്ത ആളുകൾ അഡ്മിന്മാർ പ്രത്യേകം വിളിച്ചുകൊണ്ട് ആ ലിങ്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ എക്സാമിൽ എല്ലാവരും പങ്കാളികളാവണം. ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണം. അതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ 1 മുതൽ 13, 12 ക്ലാസ് ഒക്കെ എല്ലാ വിഷയങ്ങളുടെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതാണ്. ആ ലിങ്കിൽ കയറി 1-ാമത്തെയാണോ 2-ാമത്തെയാണോ ഏത് ക്ലാസ് ആണോ വിട്ടുപോയത് അത് കയറി കാണാം. കൂടുതൽ ചോദ്യങ്ങൾ ഇടാൻ പറഞ്ഞിട്ടുള്ളത് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ്. അപ്പൊ ആ പാഠഭാഗങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഊന്നി മനസ്സിരുത്തി വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 24 മണിക്കൂറും വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ പേഴ്സണലായിട്ട് ഫാക്കൽറ്റികളോടോ ചോദിക്കാവുന്നതാണ്. ഒരിക്കലും കോപ്പി അടിക്കരുത്. ഒരാൾ പറഞ്ഞ ഉത്തരം മറ്റാള് അതുപോലെ എന്ത് ചെയ്യരുത്, എഴുതരുത്. കാരണം ഇത് നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് തോന്നുന്നു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, കോപ്പി അടിക്കാൻ നിൽക്കരുത്.
മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. ഇപ്പോ ഒരേ വീട്ടിൽ നിന്ന് തന്നെയൊക്കെ രണ്ടാളൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരങ്ങൾ കൈമാറരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതോടൊപ്പം നമ്മുടെ 1-ാം ഘട്ടം പാരന്റ്സ് കൊളോക്യം നടന്ന വിജയകരമായ പരിപാടിക്ക് ശേഷം നമ്മൾ അതിന്റെ ഒരു തുടർച്ച, എങ്ങനെ നല്ല രക്ഷിതാക്കളാകണം, ഒരു കുട്ടിയുടെ രക്ഷിതാവാകുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തിയ അന്ന് നമ്മളുടെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്ത മുഹമ്മദ് അമീർ സാഹിബിന്റെ തന്നെ ഒരു ലൈവ് നേരിട്ട് കാണാനുള്ള പരിപാടിയുണ്ട്. ഒരു ഫിസിക്കൽ ഇന്ററാക്ഷൻ മീറ്റിംഗ് നമ്മൾ ഇതിന്റെ കൂടെ പാരന്റ്സ് കൊളോക്യത്തിന്റെ കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനും എല്ലാ ആളുകളും ഉണ്ടാവണം. നമ്മള് ഇതിലെ അതിഥികളോ പ്രത്യേകം ക്ഷണിതാക്കളോ അല്ല, മറിച്ച് നമ്മൾ ഇതിന്റെ സംഘാടകരാണ്. നമ്മൾ തന്നെയാണ് ഇത് നടത്തേണ്ടത്. അപ്പോ ആരും നിങ്ങളെ ഇനി പ്രത്യേകം വിളിച്ചില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, നിങ്ങളായിട്ട് ഇതിൽ പരിചയമുള്ള ആളുകളെ ഒക്കെ വിളിക്കുകയും ഓർമ്മിപ്പിക്കുകയും കുടുംബസമേതം അവിടെ എത്തിച്ചേരുകയും ചെയ്യുക. 2:30 മുതലാണ് 6 മണി വരെയാണ് നമ്മുടെ MEPയുടെ പാരന്റ്സ് മദ്രസയുടെ പരിപാടി ഉണ്ടാവുക. അതിനുശേഷം ഇസ്തിഖാമ അവിടെ നടക്കുന്നുണ്ട്. ഇസ്തിഖാമക്ക് ശേഷം ഭക്ഷണം വിതരണം ചെയ്യും. ഇസ്സത്ത് എന്ന പേരിൽ ഷെരീഫ് മേലേതിലിന്റെ പരിപാടി ഉണ്ട്. അതിനുശേഷം ഫുഡ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഫുഡും കൂടെ കഴിച്ച് എല്ലാവരും കുടുംബസമേതം വന്ന് നമ്മുടെ ഒരു ഒത്തുചേരലായി ഇതിനെ മാറ്റണം. എല്ലാവരും വരണം. മറ്റു പരിപാടികൾ എന്തുണ്ടെങ്കിലും മാറ്റി വെക്കണം. കാരണം എനിക്ക് അന്ന് 4 പരിപാടികളുണ്ട്. ECGCന്റെ ഒരു ക്യാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കല്യാണം ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ 18-ാം തീയതി മാറ്റി വെക്കാൻ പറ്റാത്ത നമ്മുടെ KSTUവിന്റെ സമ്മേളനം കൊല്ലത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവം തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ ഇവിടെ ജില്ലയിൽ ഒരു പരിപാടി KATFന്റെ നടക്കുന്നുണ്ട്. 5-6 പരിപാടികളുണ്ട് അന്ന്. അതൊക്കെ മാറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ ISMന്റെ ജില്ലാ തെരഞ്ഞെടുപ്പ് അന്നുണ്ട്. ഈ 6 പരിപാടികൾ മാറ്റിവെച്ച് ഞാൻ അതിന് വരുന്നു എന്നത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മ എന്നുള്ളത് ഞാൻ അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും കൃത്യം 2 മണിക്ക് തന്നെ പ്രിയദർശിനി ഹാളിൽ എത്തിച്ചേരുക. ഇതുവരെ നേരിൽ കാണാൻ കഴിയാത്ത പല ആളുകളുണ്ട്. നമുക്ക് നേരിട്ട് പരിചയപ്പെടാം, കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം, പുതിയ ബാച്ചിന്റെ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. കഴിയുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ട്, നമ്മുടെ പാരന്റ്സ് മദ്രസയെ കുറിച്ച് നിങ്ങളുടെ അനുഭവം ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ അഡ്മിന്മാർക്ക് അയച്ചു കൊടുക്കാൻ കൂടിയുള്ള ഒരു താല്പര്യം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി ഗംഭീരമാക്കണം, എല്ലാവരും ഉണ്ടാകണം. എന്റെ കുടിയത്തെ കല്യാണത്തിന് വിളിക്കണ പോലെ നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. അഡ്മിന്മാർ നിങ്ങളെ വിളിക്കും. അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വേണം വരാൻ. കാരണം നമുക്ക് അവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടതുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം ഇതിന്റെ എക്സാമില് പരീക്ഷ അറ്റൻഡ് ചെയ്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് കൂടി അവിടെ ഇൻഷാ അല്ലാഹ്. എന്തിന്റെയൊക്കെയാണ് സബ്ജക്ട്, എന്തൊക്കെയാണ് എക്സാം ഉണ്ടാവുന്നത്? 4 എക്സാം, 4 വിഷയങ്ങളില്ലേ നമ്മുടെ. അതായത് നബിയുടെ ഇത്, പിന്നെ അക്കീദ, നമസ്കാരം, അഖീദ, തഫ്സീർ, തജ്വീദ്. ഓക്കെ. 4 പേപ്പർ ഉണ്ടാവും. 4 പേപ്പറായിട്ടല്ല, നമ്മൾ ഗൂഗിൾ ഫോം ആയിരിക്കും. അതിലിങ്ങനെ ജസ്റ്റ് ടിക്കറ്റ് പോയാൽ മതി. ഓക്കെ. അത് ഇന്ന് തന്നെ ഇടണോ? അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാ പറ്റില്ല? അല്ല, ഇന്ന് ക്വസ്റ്റ്യൻ ഇടും, 2 ദിവസം സമയമുണ്ട്. വ്യാഴാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയാണ് അല്ലേ? വ്യാഴാഴ്ചക്കുള്ളിൽ എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. അത് നമുക്ക് ഇനി ക്ലാസ് ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കേട്ടിട്ട് ഉത്തരം എഴുതാനുള്ള ഒരു സമയമാണ്. ഓക്കെ. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ആളുകൾ കുറവാണെങ്കിലും നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ആളുകൾ കേൾക്കുന്നുണ്ട്. അതിൽ വ്യൂ നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ 30 ആള്, അവിടെ ഒരു 40-50 ആളൊക്കെ വ്യൂ വരുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു 80-70 ആളുകള്, അതിനധികം ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ കയറുന്നുണ്ട്, കാണുന്നുണ്ട്. ലൈവായിട്ട് ആളുകൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഒരു വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോരല്ലേ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ക്ലാസ്സുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള, അത് പൂരിപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ 4 ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു 4 ദിവസം നമ്മൾ മറ്റു തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് 18-ാം തീയതി ആകുന്നതിന് മുമ്പ്, കാരണം ഇത് അറ്റൻഡ് ചെയ്ത ആളുകൾക്കാണ്, ഈ എക്സാം കൂടി അറ്റൻഡ് ചെയ്ത ആളുകൾക്കാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മനോഹരമായ സർട്ടിഫിക്കറ്റ് ആണ്.
ആ സർട്ടിഫിക്കറ്റുകൾ കൂടി നമ്മൾക്ക് അന്ന് വിതരണം ചെയ്യണം. അപ്പൊ വെള്ളിയാഴ്ച നമുക്ക് കണക്ക് കിട്ടിയാലേ ഉള്ളൂ അത് പ്രിന്റ് ചെയ്യാനും അതില് ബാക്കിയുള്ള എഴുത്തുകുത്തുകൾ നടത്താനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ ഞായറാഴ്ച നമ്മുടെ പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് മനോഹരമായ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഇല്ല, ജയിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. നോക്കാം, നമുക്ക് എല്ലാരും ജയിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. എല്ലാരും ജയിപ്പിക്കാനാണല്ലോ നമ്മള്, തോൽപ്പിക്കാനല്ലല്ലോ. ഉസ്താദെ, തേഴ്സ്ഡേ ഈവനിങ് വരെ ടൈം ഉണ്ടോ അറ്റൻഡ് ചെയ്യാൻ? ഓ, ബ്രിമ്മിൽ നിന്ന് ചെയ്യണ്ട, തുടങ്ങിക്കോളെ ഇൻഷാ അല്ലാഹ്. 10 ചോദ്യമുള്ളൂ ഒരു വിഷയത്തിൽ, 10 ചോദ്യമുള്ളൂ. അന്ന് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്ത ആൾക്കാരാണ്, ഞാൻ വരെ ഞെട്ടിപ്പോയി. അതല്ല, ക്ലാസ് എല്ലാം കേക്കണ്ടേ, കേട്ടിട്ട് വേണ്ടേ ചെയ്യാൻ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, ശ്രമിച്ചു നോക്കൂ കേട്ടോ. സമയമുണ്ട് കേട്ടോ, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും 18-ാം തീയതി കാണാം. നിങ്ങൾ സുഹൃത്തുക്കളെയും കുടുംബത്തെയൊക്കെ കൂട്ടിയിട്ട് വരിക. റെഡി അല്ലേ? നമ്മുടെ സമയം